ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ നാത്തൂൻ്റെ വീട്ടിലത്തെ ഒരു ഫങ്ഷൻ, അതായത് നാത്തൂൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 9 വർഷമായി. അപ്പോൾ അതിൻ്റെ കുർബാനയും അങ്ങനെ ചടങ്ങുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാലത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുഞ്ഞ് കുട്ടികൾ 2 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ കളിപ്പിച്ച് രസമല്ല അത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നടന്ന് ബേബി അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും പിന്നെ ലിവിങ് കുട്ടൻ അങ്ങനെ 2 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫങ്ഷനൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് അവരെ കാണാനും കളിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ കാലത്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് വല്ല ഫങ്ഷനൊക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ കാണുക. അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് സംസാരിച്ചെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ ഫങ്ഷനൊക്കെ വരുമ്പോഴല്ലേ. അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്നൊക്കെ ഇങ്ങനെ വർത്താനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാലത്ത് 6:30 കുർബാനയായിരുന്നു. അത് കഴിഞ്ഞ് സിംസ്തേരിയിൽ ഒപ്പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് വെള്ളപ്പം അതുപോലെ പഴം പുഴുങ്ങിയതും ഇഷ്ടമൊക്കെയാണ് കേട്ടോ. അതൊക്കെ കഴിച്ച് എല്ലാവരും അത് കഴിച്ചതിൻ്റെ ക്ഷീണമാണ്. പിന്നെ എല്ലാവർക്കും ഭയങ്കര ചർച്ച വർത്തമാനങ്ങളൊക്കെ ആയിട്ട് ഇരിക്കണം. അങ്ങനെ ഉണ്ണികളെ എടുത്തിട്ട് ഇങ്ങനെ ഫോട്ടോഷൂട്ടാണ്. അവർക്കിങ്ങനെ എനങ്ങാണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ണീനെ എടുത്തിട്ടൊക്കെ ഫോട്ടോഷൂട്ട് ഇങ്ങനെ മാറി മാറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയും ചെയ്യാട്ടോ. അപ്പോൾ അങ്ങനെ പിള്ളേരൊരു സെറ്റ് ഒരു ഭാഗത്ത്, കാരണവന്മാർ അകത്ത് വർത്തമാനം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. പിള്ളേരിങ്ങനെ കുട്ടികളെ. അപ്പോൾ ഉച്ചയ്ക്ക് ഓർഡർ ചെയ്തത് ഇത് ബീഫാണ് കേട്ടോ. അപ്പോൾ ബീഫ് വീട്ടിലാണ് വെച്ചത്. അപ്പോൾ അത് നന്നായി റോസ്റ്റ് ചെയ്തിട്ട് ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഓർഡർ ചെയ്തത് ബിരിയാണിയാണ്. ബിരിയാണി, ചിക്കൻ കറിയും, മുട്ട, പൈനാപ്പിൾ, പിന്നെ തൈര്, അച്ചാർ അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇതാണ് കണ്ട. ബീഫ് അതിങ്ങനെ അത് മുഴുവൻ ഒരുമിച്ച് ചൂടാക്കാണ്ട് കുറേശ്ശെ എടുത്തിട്ട് അങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നല്ല ഡ്രൈ ആയിട്ടും നല്ല ടേസ്റ്റിലും വരിക. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് എല്ലാവരും ഊണ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. കാരണം ചർച്ചകളൊക്കെ കഴിഞ്ഞു ഒരു 12:30 ആയപ്പോൾ പിന്നെ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പം അതിൻ്റെ ഇടയിൽ ചേച്ചി എഗ്ഗ് ഓംപ്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിലർ ഇറച്ചി മീനും കഴിക്കാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് എഗ്ഗ് ഓംപ്ലേറ്റും പിന്നെ പരിപ്പും ഇതൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് ചർച്ചയും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ അകത്ത് വന്നിരുന്ന് പിന്നെ അടുത്ത പരിപാടി പിള്ളേരുടെ മൊബൈൽ നോക്കലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ മൊബൈലൊക്കെ നോട്ടം കഴിഞ്ഞ് പിന്നെ അവർ ഊണ് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഊണ് കഴിക്കാനൊക്കെ ഇരുന്ന് അതിൻ്റെ ഇടയിൽ വർത്തമാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നല്ല രസത്തിൽ. അതിൻ്റെ ഇടയിൽ ചേച്ചി ഊണ് കഴിഞ്ഞവർക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം വിതരണം ചെയ്യണം. കൊടുന്നപ്പോൾ നല്ല കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മെൽറ്റായിട്ട് പോണു. ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമുക്കൊരു മധുരം ആവശ്യമാണ് അല്ലേ. അത് ഐസ്ക്രീം ആയി കഴിഞ്ഞാൽ അടിപൊളിയായി. അപ്പോൾ ഏത് ഫങ്ഷനായാലും പരിപാടി കഴിഞ്ഞ് ഭക്ഷണത്തിൻ്റെ ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം അത് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിന്നെ ഞങ്ങളുടെ മൂത്ത ചേച്ചിയൊക്കെ വരുമ്പോൾ നേരം വൈകിട്ടാണ്, മൂത്ത നാത്തൂൻ. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നേരം വൈകി. പിന്നെ അവരൊക്കെ ഒരു 1:30 ആയി അവർ വന്ന് കയറിയപ്പോൾ. അവരാണ് ഈ വരണത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ വന്നപ്പോൾ ഒന്ന് വർത്താനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നു. ഞങ്ങളൊക്കെ തലേദിവസം പോയത് കൊണ്ട് ഞങ്ങളെല്ലാം ഒരുവിധം ആൾക്കാരായിട്ട് അങ്ങോട്ട് വർത്തമാനം പറഞ്ഞു. അപ്പോൾ ഇവർ വന്ന് കയറിയത് കൊണ്ട് ഇവരോട് കുറച്ച് നേരം വർത്തമാനം. അപ്പോൾ അവരുടെ ചേച്ചിയുടെ പേരക്രാവ് അവിടെ കളിക്കാനായിട്ട് നിൽക്കണം കേട്ടോ. ജോക്കോട്ടെ അവനവിടെ ഇരിക്കണ ബേബിയുടെ കളിക്കോപ്പുകളൊക്കെ കണ്ടപ്പോൾ ഒന്ന് കളിച്ച് നോക്കാമെന്ന് വിചാരിച്ച് അവനത് നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇത് 2 കുഞ്ഞുവാവകൾ, ലിവിങ് കുട്ടനും ബേബി. ഏകദേശം 2 പേരും ഒരേ പ്രായക്കാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.